ഹലോ ഡിയേഴ്സ്, വെൽക്കം. നമ്മൾ എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് പഠിച്ചു, വാക്കുകൾ പഠിച്ചു അല്ലേ. നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാനും പഠിച്ചു. എല്ലാ സെൻറ്റൻസുകളും നമുക്കൊന്ന് വായിക്കാം. ഹി ഹാഡ് എ ക്യാബ്, ഹി ഹാഡ് എ ഡാഡ്. ഹി ഹാഡ് എയ്സ് എന്നുള്ളതിൻ്റെ മുൻപിൽ ടീച്ചറെ എഴുതിയില്ല, അവിടെ ആൻ എന്നുള്ള വേർഡേ വരുള്ളൂ. അത് പറഞ്ഞുതരാം കേട്ടോ. ഹി ഹാഡ് എ ബെഡ്, ഹി ഹാഡ് എ ഡീഡ്, ഹി ഹാഡ് എ ബീ, he had a face, he had a bag, he had a badge, he had a cage, he had. ഇവിടെ ടീച്ചറേ എഴുതിയില്ല, അവിടെ ആൻ എന്നുള്ള വേർഡേ വരുള്ളൂ കേട്ടോ. എഗ്. ഹി ഹാഡ് എ ഹെഡ്. നിങ്ങൾ എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രോയിങ് സെൻറ്റൻസ് പഠിച്ചില്ലേ. എ ബാഗ്, എ ഫെയ്ഡ് ബാഗ്, ഹാഡ് എ ഫെയ്ഡ് ബാഗ്, ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി, ഇതൊരു ഫുൾ സെൻറ്റൻസ് ആയതുകൊണ്ട് ഇത് ക്യാപിറ്റലാക്കി. ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. അതിനുശേഷം നമ്മൾ പഠിച്ച ലെറ്റർ വേർഡ് കൊടുത്തു. ഫേബ, ഇതൊരു പേര്. ഫേബ ഹാഡ് എ ഫെയ്ഡ് ബാഗ് എന്ന് കൊടുത്തു. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. എങ്ങനെയാണ്? ഈ ഹാഡ് എന്നുള്ളതിൻ്റെ പൊസിഷൻ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് വലതുഭാഗത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അതൊരു ക്വസ്റ്റ്യനായി. നമുക്ക് നോക്കാം. ഹി ഹാഡ് എ ഫെയ്ഡ് ബാഗ്. ഇതിൻ്റെ ചോദ്യം ഇങ്ങനെയാക്കാം. had he a fade bag? എന്നിട്ട് നമ്മൾ എൻഡിൽ ഒരു ചോദ്യചിഹ്നം ഇടണം. ഉണ്ടോ? ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യനായി. നമ്മൾ ഈ ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്നോ എന്നാകും ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ കേട്ടോ. ഹാഡ് ഹി എ ഫെയ്ഡ് ബാഗ്. അങ്ങനെയാണെങ്കിൽ ഫേബയുടെ കാര്യം എങ്ങനെ വരണം? ഹാഡ് ഫേബ എ ഫെയ്ഡ് ബാഗ്. ഹാഡ് ഫേബ എപ്പോഴും ക്യാപിറ്റൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഫേബ എ ഫെയ്ഡ് ബാഗ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. ഇവിടെ ഹാഡ് എന്നുള്ളത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ക്യാപിറ്റലാക്കി. എന്താ കാരണം? ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ കേട്ടോ. ഓക്കെ, താങ്ക് യു.